കാമുകിക്കൊപ്പം ജീവിക്കാൻ ആദ്യ ഭാര്യയെ ഇല്ലാതാക്കി ജയിലിലായി. കാമുകി ഉപേക്ഷിച്ചു. ജാമ്യത്തിലിറങ്ങി വിവാഹം ചെയ്ത് മറ്റൊരു സ്ത്രീയെ ഭാര്യയാക്കി. തുടർന്ന് ഭാര്യയെയും ഭാര്യ മാതാവിനെയും കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി ഒളിവിൽ പോയി. ഇനി ഒരാളുമായി ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് എഴുതിയ കുറിപ്പ് നിർണായകമായി. കേദാർനാഥിൽ മരിച്ച പ്രേംകുമാറിന്റെ മൃതദേഹം മകനും മകൾക്കും പോലും വേണ്ട. തൃശൂർ ഇരിങ്ങാലക്കുട പടിയൂർ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി പ്രേംകുമാറിനെ ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉത്തരാഖണ്ഡ് പോലീസ് കോട്ടയത്തുള്ള മകളെ വിവരമറിയിച്ചു. തൃശൂർ റൂറൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രേംകുമാറിന്റെ മൃതദേഹം തന്നെയെന്ന് ഉറപ്പിച്ചു. എന്നാൽ ഭാര്യ രേഖയെയും ഭാര്യയുടെ മാതാവ് മണിയെയും കൊലപ്പെടുത്തി കടന്നുകളഞ്ഞ പ്രേംകുമാറിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ മകനും മകളുമടക്കമുള്ള ബന്ധുക്കൾ തയ്യാറായില്ല. ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് പ്രേംകുമാർ. കോളേജിൽ ഒരുമിച്ച് പഠിച്ച സുഹൃത്തിനോടുള്ള പ്രണയമാണ് അന്ന് കൊലപാതകത്തിലേക്ക് നയിച്ചത്. സുനിത എന്ന സ്ത്രീയുമായി ഒരുമിച്ച് ജീവിക്കാനായി 2019 ആദ്യ ഭാര്യയായ ദിവ്യയെ കൊലപ്പെടുത്തി. പിന്നാലെ ജയിലിലായപ്പോൾ കാമുകി ഉപേക്ഷിച്ചു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രേംകുമാർ രേഖയുമായി അടുപ്പത്തിലായി. ഒരുമിച്ച് ജീവിക്കാനും തുടങ്ങി. വിവിധ സ്ഥലങ്ങളിൽ ഹോട്ടൽ മാനേജറായി ജോലി നോക്കിയിരുന്ന പ്രേംകുമാർ 5 മാസത്തിലധികമായി ഇരിങ്ങാലക്കുട പടിയൂരിലായിരുന്നു രേഖയുമൊത്ത് താമസം. ഇതിനിടയിൽ രേഖയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിലാണ് പ്രതി വീണ്ടും കൊലപാതകങ്ങൾ നടത്തിയത്. രേഖയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം വീട്ടിൽ കാത്തിരുന്ന പ്രതി അന്ന് തന്നെ അമ്മ മണിയെയും സമാനമായ രീതിയിൽ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അഴുകിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയതോടെയാണ് സംഭവം കൊലപാതകമാണെന്ന് വ്യക്തമായത്. കുടുംബ പ്രശ്നങ്ങളും ഭാര്യയിലുള്ള സംശയവുമാണ് പ്രേംകുമാറിനെ കൊലപാതകങ്ങൾക്ക് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ജീർണിച്ചു തുടങ്ങിയ മൃതദേഹങ്ങളിൽ നിന്ന് കാര്യമായ തെളിവുകൾ ലഭിച്ചില്ലെങ്കിലും രേഖയുടെ ശരീരത്തോട് ചേർന്ന് കണ്ടെത്തിയ കുറിപ്പും ഫോറൻസിക് തെളിവുകളുമാണ് നിർണായകമായത്. പ്രതി പ്രേംകുമാറിനും മുൻ ഭർത്താവിനുമൊപ്പം രേഖ നിൽക്കുന്ന ഫോട്ടോയും സുഹൃത്തായ മറ്റൊരാൾക്കൊപ്പമുള്ള ഫോട്ടോയും ഒരു A4 ഷീറ്റിൽ കളർ പ്രിന്റ് എടുത്ത് അതിൽ ഇനിയൊരാളുമായി ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് എഴുതിയിരുന്നു. കയ്യക്ഷരമടക്കമുള്ള ഈ തെളിവുകളാണ് പ്രതിയിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിച്ചത്. മണിയെയും മകൾ രേഖയെയും കൊലപ്പെടുത്തി അതിസമർത്ഥമായാണ് പ്രേംകുമാർ രക്ഷപ്പെട്ടത്. കൊലപാതകം നടത്തി രക്ഷപ്പെട്ട പ്രതിയുടെ CCTV ദൃശ്യങ്ങളും ഫോറൻസിക് തെളിവുകളും പോലീസിന് ലഭിച്ചിരുന്നു. എന്നാൽ കൊലപാതക വിവരം പുറത്തറിയാൻ വൈകിയത് അന്വേഷണ സംഘത്തിന് തിരിച്ചടിയായി. ഇതോടെ രാജ്യവ്യാപകമായി പ്രേംകുമാറിനായി പോലീസ് പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് അന്വേഷണം നടത്തിവരികയായിരുന്നു. ഇതിനിടയിലാണ് പ്രേംകുമാർ മരണപ്പെട്ടതായും മൃതദേഹം ആർക്കും വേണ്ടെന്നതുമായ വിവരം ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.